9.5 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് RSSന് അടിമ വേല ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവ് ഉയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും. നാണമല്ലേ താങ്കളെ? ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്നിട്ട് ഗോൾ അടിച്ച് കളിക്കല്ലേ? സന്തോഷമായി. ഞാനൊരു ക്രൈസ്തവനാ. ഞാൻ കുർബാനയ്ക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. അതിനൊന്നും മറുപടി ഇല്ല. അധികാരത്തിന്റെ കോലിമുട്ടായി ഊമ്പാൻ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നും തടസ്സമല്ല. പറയട്ടെ, അവിടെ കേക്ക് പറയട്ടെ, അവിടെ പറയട്ടെ, കേക്ക് അവിടെ ഇരിക്കേ. ഞാൻ താങ്കൾ പറഞ്ഞ കേട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ. ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് ഞങ്ങളല്ലല്ലോ, സതീശനല്ലേ. കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് കേട്ടാ തോന്നുക ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞാണെന്നാണ്. ഇവിടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ മാത്രമല്ലോ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലാകെയുണ്ട്. വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല, സമൂഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും അല്ലാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്താകെ അംഗീകരിക്കപ്പെടുന്ന ഒരു മതരാഷ്ട്രവാദികളാണ് ഈ ജമാഅത്തെ ഇസ്ലാമികൾ. അവർ എങ്ങനെയാണ് മെച്ചപ്പെട്ടു മാറി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശനോട് പറയുന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ കോവാല. ജിൻഡോ ജോൺ, നേരത്തെ ഇതിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വല്ല നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഖേദമുണ്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ഇത്രയും ധാരണയില്ലായ്മ കാണുമ്പോൾ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കോൺഗ്രസ് ഭരണകൂടം തന്നെ 2 തവണ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ UDF ഭരണകൂടം സത്യവാങ്മൂലം നൽകിയത്? വേഴ്സ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ജവഹർലാൽ നെഹ്റു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സമ്പൂർണ്ണ ആനന്ദിന് നൽകിയ കത്തിൽ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അപകടകരമായ സംഘടനയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ജമാഅത്തെ ഇസ്ലാമി ഇല്ലാത്ത അവരുടെ ഒരു പ്രതിനിധി വിളിക്കണം അഭിലാഷേ. അവരൊരു പ്രതിനിധി ഇല്ലാതെ ഏകപക്ഷീയമായി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയുണ്ടോ? അതും ശരിയാ. ഇസ്ലാമിയുടെ ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ടെലിഫോണിൽ കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കാം. താങ്കൾ പറയുന്നുണ്ടല്ലോ മറുപടി. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ജമാഅത്തെ എന്ത് ബന്ധമുള്ളത്? ഞാൻ ജമാഅത്തെ വിയോജിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. കാന്തപുരം ഉസ്താദ് കോഴിക്കോട് എത്തിയപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് വല്ല മറുപടി ഉണ്ടോ ഈ ഉസ്താദിന്റെ അടുത്ത്? ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ എന്തിനാണ് ഈ കമ്മിറ്റികളിൽ ഇരുന്നത് ഈ ഭീകരവാദികളോടൊപ്പം? ആ ചോദ്യത്തിന് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? അത് ശരി. എന്തോ നിങ്ങൾ ആലോചിക്കണം, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, ശാലിയാത്തിയെ പോലെയുള്ള സമസ്തയുടെ സ്ഥാപക എല്ലാം ഓക്കെ. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം വിവിധ സർക്കാർ കമ്മിറ്റിയിൽ 5 കൊല്ലം ഇരുന്നത്? നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം. അന്നേരം ഒരു ഐത്തമില്ലല്ലോ. അതിന് സമാധാനം പറയാതെ വേറെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമകളാണ് ഇപ്പോൾ. അതിനൊന്നും മറുപടി ഇല്ല. അധികാരത്തിന്റെ കോലിമുട്ടായി ഊമ്പാൻ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഒന്നും തടസ്സമല്ല. എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? കാന്തപുരം വിഭാഗത്തെ കുറിച്ചാണോ ഷാഫിച്ചാരെ? നാളെ വിവാദമാവുക, പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരത്തിന്റെ കോലുമുട്ടായി എന്നൊക്കെ ഒരു വിഭാഗത്തെ പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്. നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. ഇത്ര അസ്പൃശ്യത ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ന്യായമായ ചോദ്യമുണ്ട്. അല്ലാതെ ആ വിഭാഗവുമായിട്ടുള്ള പ്രശ്നമില്ല. ആ വിഭാഗത്തിന് ഇദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊന്നും ഇല്ല. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആദരവോട് കൂടി ഈ കാന്തപുരം ഉസ്താദ് വേദിയിലേക്ക് വിളിക്കില്ലല്ലോ. എത്ര ബഹുമാനത്തിലാണ് പ്രതിപക്ഷ നേതാവിനോട് കാന്തപുരം കലീർത്തങ്ങളൊക്കെ പെരുമാറുന്നത്? അതിന് സത്യമല്ലേ പറ. ഈ മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി എതിർക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അഭിലാഷ, ഈ സുന്നി ആക്ടിവിസ്റ്റ് ജവാദിന് കൊടുത്ത പോലെ ഇടപെടലില്ലാതെ എനിക്കും താങ്കൾ സമയം തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. 2 പേർ അപ്പുറത്തും 2 പേർ ഇപ്പുറത്തും എന്ന് പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഷാഫി ചാലിയും ഞാനും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളായിട്ട് UDFന്റെ പ്രതിനിധികൾ. അപ്പൊ LDFന്റെ പ്രതിനിധിയായിട്ടാണോ CPMന്റെ പ്രകാശ് മാസ്റ്ററോടൊപ്പം ഈ സുന്നി ആക്ടിവിസ്റ്റിനെ വിളിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. അവസാന അഭിപ്രായം പറഞ്ഞാൽ മതി. സുന്നി ആക്ടിവിസ്റ്റ് LDFന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയാൻ എനിക്ക് മടിയില്ല.
ജമാഅത്തിന് വേണ്ടിയിട്ട് മറുപടി പറയാൻ അവരുടെ പക്ഷം പറയാനായി ഒരാളില്ല എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് ഷാഫി ചാലിയും ജിൻഡോവും ഉണ്ടല്ലോ എന്നാ. ഞാൻ ജമാഅത്തിന് വേണ്ടി പറയാൻ വന്നിരിക്കുന്ന ആളല്ല, ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്ന ആളാ. ജമാഅത്തിന് വേണ്ടിയിട്ട് ഈ സുന്നി ആക്ടിവിസ്റ്റ് പറഞ്ഞതിന് വിപരീതമായിട്ട് എതിർത്ത് പറയാനുള്ള പോയിന്റുകൾ അവരാണ് പറയേണ്ടത്, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ അവരെ പൂർണ്ണമായിട്ട് യോജിക്കുകയോ പൂർണ്ണമായിട്ട് എതിർക്കുകയോ ചെയ്യുന്നയാളല്ല. അപ്പോൾ അത് എന്റെ ഉത്തരവാദിത്തമല്ല. സൂപ്പർ. ഇനി എനിക്ക് പ്രകാശ് മാസ്റ്ററോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ പ്രശ്നത്തിലേക്ക് വരാം. ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയിട്ട്, അതായത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സംഘടനയുടെ പിന്തുണച്ചക്കാരുടെ പിന്തുണ വാങ്ങിയിട്ട് നിലമ്പൂർ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിച്ചല്ലോ. നിങ്ങൾക്കപ്പോൾ ഒരു കുറവും തോന്നിയില്ലേ? PDP, ജമാഅത്ത് ഇസ്ലാമി, IUML, മുസ്ലിം ലീഗ്, INL, ഇങ്ങനെ കുറെ മുസ്ലിം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കുറെ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളാ. എനിക്കറിയില്ല. ഇത്തരം രാഷ്ട്രീയ സംഘടനകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പോലും ഒരു സംഘപരിവാർ നയമാണെന്നുള്ള തിരിച്ചറിവ് CPM ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദി ആണെന്നാണുള്ള പ്രകാശ് മാസ്റ്ററുടെ ടേക്ക്. എന്ന് മുതലാണ് അവർ മതരാഷ്ട്രവാദികൾ? നിങ്ങൾ കുറെ ചരിത്രം പറഞ്ഞല്ലോ. അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് അവരുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയില്ലേ? നാണമില്ലേ ആ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയിട്ട് ഇന്ന് അവരുടെ പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ അവർ മോശക്കാരാണെന്ന് പറയാൻ? ആ നാണക്കേടിനുള്ള മറുപടി ആദ്യം പറയണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭരണഘടനാ സ്നേഹവും ഈ രാജ്യസ്നേഹവും ഒക്കെ എന്ന് തൊട്ട വന്നതെന്നൊക്കെ നമുക്കും അറിയാം. ഇനി അതോടെ നിൽക്കട്ടെ. ഈ മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം, അത് സംഘപരിവാറിന്റെ രാമരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു ക്രൈസ്തവനാ. ഞാൻ കുർബാനയ്ക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണം വരണമെന്നല്ല അതിന്റെ അർത്ഥം. സന്തോഷായി, നല്ല സന്തോഷമായി. അതുപോലെ തന്നെ ഈ മതവും രാഷ്ട്രീയവും രണ്ടായി കാണാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക. എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇനി എനിക്ക് ഈ ജവാദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. RSSന്റെ മതരാഷ്ട്രവാദം അത് പൊളിറ്റിക്കൽ ആണെന്ന് താങ്കൾ പറഞ്ഞു. അത് എവിടത്തെ പൊളിറ്റിക്കലാ? RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണോ? എങ്കിൽ പിന്നെ എന്താ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്തിനാ RSSകാര്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ എന്തിന്റെ പേരില? ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും ഒക്കെ പേരില് ആക്രമിക്കുന്നത് RSSകാര്. അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കണം ജവാദെ. എന്നിട്ട് വേണം RSSന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മതരാഷ്ട്രവാദമാണെന്നുള്ള ആ ലേബലും അഡ്രസ്സും കൊടുക്കാൻ. താങ്കൾക്ക് നാണമല്ലേ? താങ്കൾ പറയുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ. ഇനി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ പറയാൻ മാത്രം പ്രഗത്ഭനും വിദഗ്ധനും ഗവേഷകനുമല്ല ഞാൻ മതകാര്യങ്ങളിൽ അത്രത്തോളം വിദഗ്ധനൊന്നുമല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് മാതൃഭൂമി ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇതുപോലുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, കേക്ക്, അവിടെ ഇരിക്കേ. താങ്കൾ പറഞ്ഞ കേട്ടില്ലേ? ഇനി ഞാൻ പറയട്ടെ. ഒരു കയ്യബദ്ധം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹിസ്റ്ററി താങ്കൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ 10, 40, 50 കൊല്ലം കാലത്തെ മുമ്പത്തെ കാലമൊക്കെ പറഞ്ഞല്ലോ. അവർ പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു, പിണറായി വിജയന്റെ CPMനെ പിന്തുണച്ചിരുന്നു. ജവാദ് എവിടെയായിരുന്നു? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയനോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? ജവാദ് എവിടെയായിരുന്നു? ജവാദ് ഇത്രയും വർഷം ജവാദ് എവിടെയായിരുന്നു? RSSനെതിരെ പോരാടാൻ ഈ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണച്ചപ്പോ താങ്കൾ എവിടെയായിരുന്നു? താങ്കളുടെ ആക്ടിവിസം എവിടെയായിരുന്നു? താങ്കളെ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്നിട്ട് ഗോൾ അടിച്ച് കളിക്കല്ലേ? താങ്കൾക്കെതിരെ പറയാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇല്ലാത്തടത്ത് താങ്കൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഉത്തരവാദിത്വമല്ല. പക്ഷേ ഒരു കാര്യം പറയണം, ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തടത്ത് വന്ന് ബോൾ അടിച്ച് കളിക്കുന്നത് അത്ര മിടുക്കല്ല ജവാദെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? താങ്കൾ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 9.5 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് RSSന് അടിമ വേല ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നാവ് ഉയർത്താൻ പറ്റാത്ത സുന്നി ആക്ടിവിസ്റ്റ് ആണ് പോലും. നാണമില്ലേ? കൊല്ലാതിരിക്കാൻ പറ്റോ? താങ്കൾ പാവപ്പെട്ട കുട്ടികളെ ഈ മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ പാവപ്പെട്ട കുട്ടികളെ തെരുവുനായ കടിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും. വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയും.
പിണറായി വിജയന്റെ സർക്കാരിന് നേരെ നിന്ന് ഒരു അഭിപ്രായം പറയും. മധുരയിൽ പോയി കഫി അണിഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്ന ആ മതരാഷ്ട്രവാദം, ആ കുൽസിത രാഷ്ട്രീയവാദം, ആ സംഘപരിവാർ വാദമുള്ള പിണറായി വിജയനെ തിരുത്തിട്ട് വാ, എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ